Welcome to the session on complex integrals. ഇന്നത്തെ സെഷനിൽ ഇവാലുവേഷൻ ഓഫ് റിയൽ ഇൻ്റഗ്രൽസ് യൂസിങ് റെസിഡ്യൂസ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിലെ റെസിഡ്യൂ യൂസ് ചെയ്തുകൊണ്ട് റിയൽ ഇൻ്റഗ്രൽസിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഇൻ്റഗ്രൽസ് ഓഫ് ദി ഫോം 0 to 2 pi a function of cos theta sin theta d theta. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ, അതുമല്ലെങ്കിൽ രണ്ടും ചേർന്നിട്ട് വരുന്ന ഫംഗ്ഷൻ ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ബിറ്റ്വീൻ ദി ലിമിറ്റ്സ് 0 and 2 pi. അപ്പോൾ ഇത്തരം റിയൽ ഇൻ്റഗ്രൽസിനെ കോംപ്ലക്സ് ഇൻ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം റെസിഡ്യൂസ് യൂസ് ചെയ്തുകൊണ്ട് റിയൽ ഇൻ്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഇൻ്റഗ്രൽസ് ഓഫ് ദി ഫോം ഇൻ്റഗ്രൽ ഫ്രം 0 to 2 pi. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2 pi ആയിരിക്കണം. ഫംഗ്ഷൻ കോസ് തീറ്റ സൈൻ തീറ്റ വരുന്ന ഫങ്ഷൻസ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം അതിനായിട്ട് വി യൂസ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ z ഈക്വൽ ടു e റൈസ് ടു i തീറ്റ. So that dz by d theta is equal to, with respect to theta differentiate ചെയ്യുകയാണെങ്കിൽ I into e raised to i theta എന്ന് വരും. That is I into z. e raised to i theta എന്ന് പറയുമ്പോൾ z ആണ്. അപ്പോൾ ഇതിൽ നിന്ന് d theta equal to dz by iz എന്ന് എഴുതാം. ഇനി നമുക്ക് e raised to i theta is equal to cos theta plus i sin theta എന്ന റിസൾട്ട് യൂസ് ചെയ്യാം. അതുപോലെ e raised to minus i theta is equal to cos theta minus i sin theta എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ e raised to i theta plus e raised to minus i theta എന്ന് വരും. is equal to റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പം കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 2 times കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആഡ് ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് പോകും. ഇതിൽ നിന്ന് കോസ് തീറ്റ ഈക്വൽ ടു ദിസ് ഇംപ്ലൈസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ആക്ച്വലി ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് ആണ്. ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുമ്പം 1 by ഇ റേസ് ടു ഐ തീറ്റയാണ്. 1 by ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പം 1 by z എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പം ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുമ്പം 1 by z ഓൾ ഡിവൈഡഡ് ബൈ 2. അതിന് നമുക്ക് 1 by 2 ഇൻറ്റു എന്ന രൂപത്തിൽ എഴുതാം. cos theta equal to 1 by 2 into e raised to 1 by 2 into z plus 1 by z. ഇതുപോലെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ e raised to i theta minus e raised to minus i theta is equal to cos theta minus cos theta will become 0. i sin theta minus minus i sin theta എന്ന് പറയുമ്പം 2 times i sin theta എന്ന് വരും. ഇതിൽ നിന്ന് sin theta equal to 1 by 2 i into e raised to i theta minus e raised to minus i theta എന്ന് എഴുതാം. That is 1 by 2 i into z minus 1 by z. അപ്പം sin theta എക്സ്പ്രഷൻ 1 by 2 i into z minus 1 by z എന്ന് എഴുതാം. cos theta equal to 1 by 2 into z plus 1 by z. അപ്പം z ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഡി തീറ്റ ഈക്വൽ ടു ഡി സെഡ് ബൈ ഐ സെഡ് എന്നാകും. കോസ് തീറ്റ ഈക്വൽ ടു 1 by 2 ഇൻറ്റു സെഡ് പ്ലസ് 1 by z എന്നും സൈൻ തീറ്റ ഈക്വൽ ടു 1 by 2 i ഇൻറ്റു സെഡ് മൈനസ് 1 by z എന്നും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വേരിയേഷൻ ഓഫ് തീറ്റ 0 to 2 pi ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താവുന്നു എന്നുള്ളതുകൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ തീറ്റ ആയിരുന്നു വേരിയബിൾ, അതിനെ
ഒരു കോംപ്ലക്സ് വേരിയബിൾ ഇസെഡ് എന്ന വേരിയബിളായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം z ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പോൾ സാധാരണ കോംപ്ലക്സ് നമ്പറിനെ z ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് z ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഇതിൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്നും പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. തീറ്റ എന്ന് പറയുന്നത് പർട്ടിക്കുലർ പോയിന്റിലേക്ക് ആ റേഡിയസ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ഇവിടെ z ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പം ആർ ഈക്വൽ ടു 1 ആണ്. ആർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പം റേഡിയസ് 1 എന്നുള്ളതാണ്. തീറ്റ വാരീസ് ഫ്രം 0 ടു 2π ആണ്. തീറ്റ വാരീസ് ഫ്രം 0 ടു 2π. അപ്പം 0 ടു 2π എന്ന് പറയുമ്പം 0 ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ് എടുക്കുന്നതെങ്കിൽ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2π വരെ റേഡിയസ് 1 ആണ് എന്ന് പറയുമ്പം ദിസ് ഈസ് ദി യൂണിറ്റ് സർക്കിൾ മോഡ് z ഈസ് ഈക്വൽ ടു 1. അപ്പം 0 ടു 2π എന്ന വേരിയേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇസെഡ് പ്ലെയിനിലെ ഒരു യൂണിറ്റ് സർക്കിളായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം തീറ്റ വാരീസ് ഫ്രം 0 ടു 2π ഡിഫൈൻ എ കർവ്, എ ക്ലോസ്ഡ് കർവ് മോഡ് z is equal to 1 in the z plane. അപ്പം 0 ടു 2π എന്ന ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു യൂണിറ്റ് സർക്കിൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം 0 ടു 2π എന്നതിന് പകരം മോഡ് z ഈക്വൽ ടു 1 എന്ന സി എന്ന ആ ക്ലോസ്ഡ് കർവ് നമ്മൾ കൺസിഡർ ചെയ്യുക. കോസ് തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു z പ്ലസ് 1/z എന്നും, സൈൻ തീറ്റ വരികയാണെങ്കിൽ 1/2i ഇൻറ്റു z മൈനസ് 1/z എന്നും, ഡി തീറ്റ ഈക്വൽ ടു dz/iz എന്നും യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ റിയൽ ഇൻ്റഗ്രലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രലായിട്ട് ഒരു ട്രാൻസ്ഫോംഡ് ഇൻ്റഗ്രൽ കിട്ടുന്നു, ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രൽ കിട്ടുന്നു. അപ്പോൾ ആ കോംപ്ലക്സ് ഇൻ്റഗ്രലിൽ ഒരു എഫ് ഓഫ് സെഡ് ഉണ്ടാകും. ആ എഫ് ഓഫ് സെഡിൻ്റെ പോൾസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ ഏതൊക്കെ പോൾസ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കും. ആ കറസ്പോണ്ടിങ് പോൾസിൻ്റെ റെസിഡ്യൂസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് dz is equal to 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്ന ആ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് റെസിഡ്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുലാസ് എങ്ങനെയെന്ന് നോക്കാം. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് z ഈക്വൽ ടു സം പോയിൻ്റ് a ഇസ് ഈക്വൽ ടു z minus a into limit z tends to z naught, limit z tends to z naught, z tends to a, z minus a into f of z if z naught is a simple pole. That is equal to limit 1 by m minus 1 factorial into limit z tends to z naught dn minus 1 by dz raised to n minus 1 of z minus a, not z naught, we have taken as z naught equal to a, raised to m into f of z. If z equal to a is a pole of order m, z not equal to a.
ഇത് രണ്ടുമാണ് റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഈ ഫോർമുലസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ from 0 to 2 pi d theta divided by 2 plus cos theta. Zero to 2 pi ആണ് ലിമിറ്റ്സ്. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ റെസിഡ്യൂ യൂസ് ചെയ്തുകൊണ്ട് റെസിഡ്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ z ഈക്വൽ ടു e raised to I theta എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യും, which gives d theta is equal to dz by iz cos theta equal to, ഇതിൽ cos theta ആണ് കണ്ടന്റ് ചെയ്തിട്ടുള്ളത്, that is equal to 1/2 into z plus 1 by z, and theta varies from 0 to 2 pi gives the unit circle mod z equal to 1 in the z plane. Therefore, the given integral from 0 to 2 pi d theta divided by 2 plus cos theta can be written as closed integral over c, where c is the unit circle mod z is equal to 1. 1 by 2 plus cos theta is 1 by 2 into z plus 1 by z. d theta is dz by iz. That is equal to closed integral over c 1 by 2 plus 1 by 2 into, in this bracket this will become z square plus 1 all divided by z into dz by iz. That is equal to closed integral over c 1 by, ഇതിലെ ഡിനോമിനേറ്ററിൽ 2z ആണ്. അപ്പോൾ 2z ഇൻറ്റു 2 എന്ന് പറയുമ്പം 4z എന്ന് വരുന്നു, പ്ലസ് z സ്ക്വയർ പ്ലസ് 1 all divided by 2z into dz by iz. This is equal to closed integral over c 2z divided by z square plus 4z plus 1, z square plus 4z plus 1 into dz by iz. ന്യൂമറേറ്ററിൽ z, ഡിനോമിനേറ്ററിൽ z ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 2 times closed integral over c dz by or 1 by z square plus 4z plus 1 into dz. ഇതിൽ ഡിനോമിനേറ്ററിലായി ഔട്ട് സൈഡ് എഴുതാം. അപ്പോൾ ഔട്ട് സൈഡ് വരിക 2 by i എന്ന് വരും, ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c 1 by z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 dz എന്നാകുന്നു. അപ്പം ഇതിൽ ഇതൊരു ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ്, കോംപ്ലക്സ് ഇൻ്റഗ്രലാണ്. ഇതിനെ വാല്യൂറ്റ് ചെയ്യാൻ നമുക്ക് റെസിഡ്യൂ തിയറം യൂസ് ചെയ്യാം. 2 pi i ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് 1 by z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 അറ്റ് പോൾസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഇൻസൈഡ് സി. സി എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ. അപ്പം എഫ് ഓഫ് സെഡ് ആയിട്ട് 1 by z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 എന്ന് എടുക്കുക. അതിൻ്റെ പോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ പോൾസിലെ യൂണിറ്റ് സർക്കിളിനകത്ത് വരുന്ന പോൾസ് ഏതൊക്കെയെന്ന് നോക്കിയിട്ട് അത്തരം പോൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിഡ്യൂസ് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് സം ചെയ്തതിന് ശേഷം 2 pi i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായിരിക്കും ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഫൈനൽ വാല്യൂ കിട്ടാനായിട്ട് 2 by i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നൗ
to evaluate this integral, we take f of z as 1 by z square plus 4z plus 1. Take f of z is equal to 1 by z square plus 4z plus 1. Poles are given by poles of f of z are given by the equation z square plus 4z plus 1 is equal to 0, which implies z equal to minus 4 plus or minus root of 4 square minus 4 into 1 into 1 divided by 2a. That is equal to minus 4 plus or minus root of 4 square is 16. 16 minus 4 divided by 2, that is minus 4 plus or minus root of 12 divided by 2. That is minus 4 plus or minus root of 12 is 4 into 3. Root of 4 into 3 all divided by 2. That is minus 4 plus or minus minus 4 plus or minus root of 4 is 2 into root 3 divided by 2. That is minus 4 by 2, that is 2. ഇത് നമുക്ക് മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് പോൾസാണ്, മൈനസ് 2 പ്ലസ് റൂട്ട് 3 ആൻഡ് മൈനസ് 2 മൈനസ് റൂട്ട് 3. ബോത്ത് ആർ സിമ്പിൾ പോൾസ്. അപ്പോൾ ഇതിൽ ഈ രണ്ടെണ്ണത്തിൽ യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻസൈഡായിട്ട് വരുന്ന പോൾസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. മൈനസ് 2 പ്ലസ് റൂട്ട് 3 എന്ന് പറയുമ്പം റൂട്ട് 3 ഈസ് 1 പോയിൻറ്റ് സംതിങ്, മൈനസ് 2 എന്ന് പറയുമ്പം അത് ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1 എന്നല്ല, ഇൻസൈഡ് ഓഫ് ദിസ് സർക്കിൾ ആയിരിക്കും. മൈനസ് 2 മൈനസ് റൂട്ട് 3 എന്ന് പറയുമ്പം അത് വീണ്ടും മൈനസ് 2-നേക്കാളും ലെഫ്റ്റിലായിരിക്കും. അപ്പോൾ ഇതിൽ മൈനസ് 2 പ്ലസ് റൂട്ട് 3 ലൈങ് ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ സി. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ്, ഇതിന് ശേഷം ഇങ്ങനെ എഴുതി വെക്കുക, എമംഗ് these two minus 2 among the two poles, minus 2 plus or minus root 3, minus 2 plus root 3 lies inside C, which is a pole of order 1, and residue of f of z at z is equal to minus 2 plus root 3 is equal to limit z tends to minus 2 plus root 3 z minus minus 2 plus root 3 into f of z. f of z is 1 by z square plus 4z plus 1. അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. z minus minus 2 plus root 3 into z minus minus 2 minus root 3. So, z minus minus 2 plus root 3 and z minus minus 2 plus root 3 will be cancelled. ബാക്കി വരുന്നതിന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1 by z equal to minus 2 plus root 3 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ this minus minus 2 minus root 3, that is minus of minus 2 is plus 2, minus of minus root 3 is plus root 3. That is equal to here minus of minus 2 is plus 2, minus of minus plus, minus 2 plus 2 is 0, that is equal to 1 by 2 times root 3 എന്ന് കിട്ടുന്നു. ഇതാണ് മൈനസ് 2 പ്ലസ് റൂട്ട് 3യുടെ കറസ്പോണ്ടിങ് റെസിഡ്യൂ എന്ന് പറയുന്നത് 1 by 2 root 3 എന്ന് കിട്ടുന്നു. Therefore, value of the integral closed integral over C d theta divided by 2 plus cos theta
ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to 2 pi. That is equal to 1 by 2 pi I into 2 pi I into sum of residues of f of z at poles inside the unit circle mod z is equal to 1. That is 2I by 2I is 1, that is equal to 2 pi into sum of residues നമുക്ക് കിട്ടിയത് 1 by 2 root 3 എന്നായിരുന്നു. That is equal to pi by root 3. Pi by root 3 എന്ന് കിട്ടും. ഇതിലൊരു ചെറിയ കറക്ഷൻ, നമുക്ക് 1 by 2i അതിന് പകരം 2 by i എന്നായിരുന്നു. അപ്പം 4 pi i by i cancelled, 4 pi എന്ന് വരും. 4 pi into 1 by 2 root 3, that is 4 by 2 is 2, 2 pi by root 3 എന്നാകുന്ന ആൻസർ. 2 pi by root 3. നെക്സ്റ്റ് മറ്റൊരു പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഫ്രം 0 to 2 pi d theta divided by 2 plus sin theta. Integral from 0 to 2 pi, limits of integration 0 to 2 pi ആണ്. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൻറ്റ് എ ഫംഗ്ഷൻ ഓഫ് സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് z ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. വിച്ച് ഗിവ്സ് ഡി തീറ്റ ഈക്വൽ ടു dz by iz. Sin theta is equal to 1 by 2i into z minus 1 by z. Theta varies from 0 to 2 pi will give a unit circle C, that is mod z is equal to 1 in the z plane. Therefore, this integral from 0 to 2 pi 1 by 2 plus sin theta d theta can be written as integral closed integral over c 1 by 2 plus sin theta is 1 by 2i into z minus 1 by z into d theta, that is this into dz by iz. That is equal to closed integral over c 1 by 2 plus 1 by 2i into z square minus 1 all divided by z. Z minus 1 by z is z square minus 1 all divided by z into dz by iz. That is equal to closed integral over c 1 by, ഇവിടെ ഡിനോമിനേറ്ററിൽ 2iz എന്നാണ്. ദാറ്റ് ഇൻറ്റു 2 എന്ന് പറയുമ്പം 4iz എന്ന് വരുന്നു. 4iz പ്ലസ് z സ്ക്വയർ minus 1 all divided by z, 2iz into dz by iz. That is equal to closed integral over c 2iz divided by z square plus 4iz minus 1 into dz by iz. അപ്പോൾ ഇതിലും iz by iz will be cancelled. This is equal to closed integral over c 2 can be taken outside, 2 into closed integral over c 1 by z square
plus 4iz minus 1 into dz. ഇതിലും this is a complex integral which can be evaluated using residue theorem. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന റിയൽ ഇൻ്റഗ്രലിനെ ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രലായിട്ട് ഇൻ ടേംസ് ഓഫ് ഇസെഡ് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുന്നു. ഇനി ഇതിൻ്റെ വാല്യൂ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നു. ഇത്രയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു closed integral over C, that is 2 times value of this integral is 2 pi I into sum of residues of 1 by z square plus 4iz minus 1 at poles inside the unit circle C. അപ്പോൾ അതിനു വേണ്ടി പോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പോൾസ് ആർ ഗിവൺ ബൈ z square plus 4iz minus 1 is equal to 0. അതിൽ നിന്ന് z is equal to I into minus 2 plus root 3 or I into minus 2 minus root 3. അങ്ങനെ രണ്ട് സിമ്പിൾ പോൾസ് ആണ് കിട്ടുന്നത്. I into minus 2 plus root 3 or I into minus 2 minus root 3. അപ്പം ഈ രണ്ടെണ്ണത്തിൽ ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. രണ്ടിലും I ഇൻറ്റു എന്നായതുകൊണ്ട് y ആക്സിസിലായിരിക്കും. മൈനസ് 2 പ്ലസ് റൂട്ട് 3 എന്ന് പറയുമ്പം റൂട്ട് 3 is 1 point something, ദാറ്റ് മൈനസ് 2 എന്ന് പറയുമ്പം ഇൻസൈഡ് C ആയിരിക്കും. അപ്പം ഈ പോയിൻ്റ് ഇൻസൈഡ് യൂണിറ്റ് സർക്കിളാണ്. മൈനസ് 2 മൈനസ് റൂട്ട് 3 എന്ന് പറയുമ്പോൾ മൈനസ് 2 മൈനസ് 1 point something എന്ന് പറയുമ്പോൾ അത് മൈനസ് 2ൻ്റെ കുറേ കൂടി താഴെ ആയിരിക്കും. അതുകൊണ്ട് ഇത് ഔട്ട് സൈഡാണ്. അപ്പോൾ നമ്മൾ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു മൈനസ് 2 പ്ലസ് റൂട്ട് 3 is equal to limit z tends to I into minus 2 plus root 3 z minus I into minus 2 plus root 3 into f of z. എഫ് ഓഫ് സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റെസിഡ്യൂ കിട്ടുന്നത് 1/2 റൂട്ട് 3 I എന്നാവും. 1/2 root 3 I. Therefore, integral from 0 to 2 pi d theta divided by 2 plus sin theta is equal to 2 into 2 pi I into sum of residues 1/2 into root 3 I. That is equal to simplify ചെയ്യുമ്പോൾ 2 pi divided by root 3 എന്നായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കോംപ്ലക്സ് ഇൻ്റഗ്രൽസ് യൂസ് ചെയ്തുകൊണ്ട് റിയൽ ഇൻ്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി ക്ലാസ്. ഹാവ് എ നൈസ് ഡേ.